എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. മൊത്തത്തിൽ തൂക്കി എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം, അവരുടെ വലിയ ആവേശം. 10 വർഷക്കാലം അധികാരത്തിന് പുറത്തിരുന്ന ഒരു പാർട്ടി ഒരു മാസ് എൻട്രി തിരികെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കണ്ണൂരിലേറ്റ തിരിച്ചടി അത് പാർട്ടി എങ്ങനെ വിശദീകരിക്കുമെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ധർമ്മടത്തിലെ ആദ്യത്തെ 6 റൗണ്ടുകൾ യഥാർത്ഥത്തിൽ 6 ബുള്ളറ്റുകളായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. നൈസായിട്ട് ഒഴിവാക്കിക്കളന്നല്ലേ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതെ അതെ അതെ, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മിണ്ടാതെ ഉരിയാടാതെ വീട്ടിൽ പോയിരിക്കും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. കുറച്ച് നാള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയിലായിരുന്നല്ലോ. നമുക്ക് എനിക്ക് തോന്നുന്നു ജനവിധി അങ്ങനെയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വിജയമല്ല, രാജീവ് ഗാന്ധിയുടെ വിജയമല്ല, ഇ ഡി സതീശന്റെ വിജയമല്ല. കോൺഗ്രസുകാരെ നിങ്ങൾ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്താണ്. ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കാരണം എല്ലാവരും നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റിൽ ഇഷ്ടംപോലെ നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പക്ഷെ അവരെ എല്ലാം ജനങ്ങൾ ശരിക്കും വെറുത്തു. നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആൾക്കാർ വരെ വോട്ട് മാറ്റിക്കുത്തി. പരിപാടിക്കൊക്കെ വന്ന് കാണും, കൊടി വെച്ച് കാണും, നിങ്ങളെ മുമ്പ് വെച്ച് കൊടി ഇങ്ങനെ കറക്കി കാണും. പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ പോയിട്ട് മാറ്റിക്കുത്തി കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും തോക്കത്തില്ല. അയ്യോ, അയ്യന്നൂരിൽ 7000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വി കുഞ്ഞികൃഷ്ണൻ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്ന കാഴ്ച. അതിനു പുറമെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ തളിപ്പറമ്പ് ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെയാണ് UDFന്റെ വിജയം. ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ ഇവർ വിജയിച്ചപ്പോൾ ജനങ്ങളുടെ ഏകദേശം മനസ്സിലുള്ള ദേഷ്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അപ്പൊ മെയിൻ ഇലക്ഷന് വരട്ടെ, മെയിൻ ഇലക്ഷൻ വന്നപ്പോൾ ഇതാകുന്നു. അത്രത്തോളം ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടെന്നുള്ളതാണ്. കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ, എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.